ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ജൂൺ മാസം 1-ാം തീയതി നിങ്ങളുടെ മുൻപാകെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 മാസക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. വരാമാകുന്ന ആപത്തനത്തിൽ നോക്കുകയും കർത്താവ് നമ്മളെ വിടുവിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായി IRC വിമൻസ് മിനിസ്ട്രിയോട് ദൈവത്തിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. അതിനകത്ത് ഒരു പ്രാർത്ഥന, മോശയുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന. ദൈവാത്മാവ് ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ചില വചനങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത് എൻ്റെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ 33 പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അതായത് ഇവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ദൈവമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. അനേക അത്ഭുതങ്ങളും അനേക അടയാളങ്ങളും തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളെ കണ്ടുവന്നൊരു വ്യക്തിയാണ് മോശ. ആ മോശയാണ് ദൈവത്തോട് പറയുന്നത്, ദൈവമേ എന്നോട് കൃപയുണ്ടെങ്കിൽ, അതായത് ചെങ്കടലിനെ വിഭാഗിച്ചു, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ വഴി നടത്തി, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ കേട്ടു. വന്നിരിക്കുന്ന മോശ പറയുകയാണ്, കർത്താവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണം. പലപ്പോഴും നമുക്ക് കുറേ പ്ലാൻസുകൾ കാണും നമ്മുടെ ലൈഫിൽ. നമുക്ക് കുറേ പ്ലാൻസ്, അല്ലെങ്കിൽ നമ്മൾ കുറേ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വയ്ക്കുമായിരിക്കും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവമേ ഇതെനിക്ക് തുറന്നു തരണേ. അങ്ങനെയല്ല. മോശയുടെ പ്രാർത്ഥന എന്താണ്? ദൈവമേ, അങ്ങയുടെ വഴി എന്നെ കാണിച്ചു തരണം. ദൈവത്തിൻ്റെ വഴി, ആ വഴിയിൽ നടക്കുവാനാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതായത് മോശയോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം 33-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതുമാത്രമല്ല മോശയോട് പറയുന്നത് അവിടെ, ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. ഇതൊക്കെ ഈ ഒരു വാഗ്ദത്തം മോശ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാഗ്ദത്തം കേട്ട മോശയാണ് പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് വാഗ്ദത്തം മുന്നിലുണ്ട്, നിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഓക്കെ. അപ്പോൾ നമ്മളുടെ പ്ലാനുകളല്ല, ദൈവത്തിൻ്റെ പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ, ദൈവത്തിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. മോശയുടെ ആ പ്രാർത്ഥന നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ വഴിയല്ല കർത്താവേ, നിൻ്റെ വഴി. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ കർത്താവിൻ്റെ വഴികൾ അത്രയും വലുപ്പമേറിയതാണ്. നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമാണ് കർത്താവിൻ്റെ വിചാരങ്ങൾ. അതുകൊണ്ടാണ് സങ്കീർത്തനം 103-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്. കാരണം ഇസ്രായേൽ മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തി, പാലും തേനും ഒഴുകുന്ന ദേശത്ത് പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊക്കെ മതി. അവർക്ക് ആ കാര്യങ്ങളൊക്കെ നടന്നാൽ മതി. അതായത് മന്ന കിട്ടി, ഇറച്ചി, മന്ന മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇച്ചിരി ഇറച്ചിയും കൂടെ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇറച്ചി അവർക്ക് കർത്താവ് കാടപക്ഷി ഒരുക്കി കൊടുത്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. നമ്മുടെ പാസ്റ്റർ പലപ്പോഴും മെസ്സേജിലൂടെ അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. ദൈവം 40 വർഷം അതിശയകരമായി നടത്തി. ഇവരൊരുപാട് അത്ഭുത പ്രവൃത്തികൾ കാണുന്നുണ്ട് അല്ലേ. പക്ഷേ സ്പെസിഫിക്കായിട്ട് മോശ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സങ്കീർത്തനം 103-ന്റെ 7-ൽ പറയുന്നത്, അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. പ്രവൃത്തി കാണണമെന്നുള്ളത്, മഹാത്ഭുതങ്ങളും പ്രവൃത്തികളും കാണാനായിട്ട് ഇന്ന് അനേക ആൾക്കാർ കാണും. ഒരുപാട് പേർക്ക് അത്ഭുത പ്രവൃത്തി കണ്ടാൽ മതി. പക്ഷെ ദൈവത്തിൻ്റെ വഴി ആണ് മോശ ചോദിച്ചത്. നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ, കർത്താവെ, നിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ വാക്യം എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും. നമ്മൾ പ്രവൃത്തികൾക്ക് പുറകെയാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രവൃത്തികൾ നമ്മൾ കാണും. അതല്ല, കർത്താവിൻ്റെ വഴിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം തൻ്റെ വഴി നമ്മളെ കാണിക്കും. അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം അവൻ്റെ വഴികളെ
കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചത് 33:11 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരു ഫ്രണ്ടിനോട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ടിനോട് നമ്മളെല്ലാം മനസ്സ് തുറന്ന് പറയും അല്ലേ? അപ്പം കർത്താവിന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ സ്നേഹിതന്മാരായ 12 പേരായിരുന്നു ശിഷ്യന്മാർ. ആ സ്നേഹിതന്മാരാണ് ഈ പുതിയ നിയമ സഭയിൽ കർത്താവിൻ്റെ വേല ചെയ്തവർ. അപ്പോൾ സ്നേഹിതന്മാരായി തീരുവാനായിട്ടായിരിക്കണം. ഒരു സ്നേഹിതന് മാത്രമേ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. അതായിരുന്നു മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥന, ടീച്ച് മീ യോർ വേയ്സ്. രണ്ടാമത്തെ പ്രാർത്ഥന, മോശയുടെ രണ്ടാമത്തെ പ്രാർത്ഥന 33:15 വാക്യം: അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അടുത്ത പ്രാർത്ഥനയാണ് മോശയുടെ. ഫസ്റ്റ് തിങ്, ഷോ മീ, ടീച്ച് മീ യുവർ വേയ്സ്. ദൈവമേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് അവൻ്റെ: കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ ഒന്ന് പുറപ്പെടുവിക്കരുതേ. പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു: ഞാൻ നിനക്ക് മുമ്പായി ദൂതനെ അയക്കുമെന്ന്. മോശയ്ക്കത് പോരാ, കാരണം അവനൊരു സ്നേഹിതനാണ്. ഒരു സ്നേഹിതനെന്ന പോലെ കർത്താവിനോട് സംസാരിക്കുക. നമുക്ക് ഈ വചനത്തിലൊക്കെ കാണാൻ പറ്റും എങ്ങനെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നതെന്ന്. ഒരു സ്നേഹിതൻ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ മോശ പറയാം: കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് എന്നെ അയക്കരുതേ. ആ സാന്നിധ്യത്തിലെല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വലിയ വലിയ ആശ്വാസം. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്: നിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയാണുള്ളത്. ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. അത് ഏത് കുഗ്രാമത്തിൽ, ഏത് താഴ്വരയിൽ, ഏത് കഷ്ടതയുടെ നടുവിലും ആണെങ്കിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പൂർണ്ണമായ സമാധാനമാണ് ദൈവം തരുന്നത് അല്ലേ? നമ്മൾ അനേകർ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം മോശ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്: ദൈവമേ, നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുകയും, ഞങ്ങൾക്ക് ദൂതൻ പോരാ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഏഞ്ചൽ കമ്മിങ്. ഐ വോണ്ട് യുവർ പ്രസൻസ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ IRC കുടുംബത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും, ഞങ്ങളുടെ ഓരോ വ്യക്തികളിലും നിൻ്റെ സാന്നിധ്യം കൂടെ പോരണം. നിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. നിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഇറ്റ്സ് പെർഫെക്റ്റ് ആണ്. അതിനകത്ത് ഒരു കുറവുമില്ല. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ഇനി എന്ത് കഷ്ടതയിൽ കൂടെ ആണെങ്കിലും നമുക്കവിടെ സന്തോഷിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പുതിയ വെളിപ്പാടുകളെ ദൈവം നമുക്ക് തരും. പുതിയ ദർശനങ്ങളെ കർത്താവ് തരും. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, ആമേൻ, സറൗണ്ട് മീ വിത്ത് യുവർ പ്രസൻസ്. അവിടെ ഒരു സെക്യൂരിറ്റിയാണ്. അവിടെ ഒരു നമുക്കൊരു പൂർണ്ണമായ ഒരു സേഫ് പ്ലേസ് ആണ് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ പോരാൻ വേണ്ടി മോശ പ്രാർത്ഥിച്ചതുപോലെ ഒരു സ്നേഹിതനെ പോലെ, ഫോളോവറായിട്ടല്ല, കർത്താവിൻ്റെ ഫോളോവറായിട്ടല്ല, കർത്താവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, കർത്താവിൻ്റെ സ്നേഹിതനായിട്ട് മാർക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹിതൻ്റെ ഒരു പ്രാർത്ഥനയാണിത്, മോശയുടെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചിന്തിക്കുവാനായിട്ട് പറയുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന മോശയുടെ 33:18 വാക്യം: അപ്പോൾ അവൻ നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. മോശയുടെ പ്രാർത്ഥന അവിടെ കൊണ്ട് തീരുന്നില്ല. ഷോ മീ യുവർ വേയ്സ്, സറൗണ്ട് മീ യുവർ പ്രസൻസ്, ലോർഡ് ഐ വോണ്ട് ടു സീ യുവർ ഗ്ലോറി. കർത്താവ് ദൈവം പറയാ: മോശ, നിനക്ക് എൻ്റെ ഗ്ലോറി കാണാനൊന്നും നിനക്കുള്ള കപ്പാസിറ്റി ഇല്ല. എന്നെ ഇതുവരെ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും എന്നെ അതിശയിപ്പിച്ചൊരു വചനം അവിടെ ഉണ്ട്. അതായത് മോശ ദൈവത്തോട് പറയാം: കർത്താവ്, എനിക്കിതിൻ്റെ ഗ്ലോറി ഒന്ന് കാണണം, എനിക്കിതിൻ്റെ തേജസ് ഒന്ന് കാണണം. പറയാൻ പറ്റത്തില്ല മോശ, ഞാനൊരു കാര്യം ചെയ്യാം. നീ ആ പാറയുടെ വിടവിലൊന്ന് കയറി നിൽക്കുക, ഞാൻ കൈ കൊണ്ട് മറയ്ക്കാം. എന്നിട്ട് കർത്താവ് പറയുന്നൊരു വാക്യം ഉണ്ടെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. അതായത് ആ പാറയുടെ പിളപ്പിലോട്ട് കയറി നിന്നിട്ട് ഞാൻ ഈ കൈ വെച്ച് മറയ്ക്കും. എന്നിട്ട് ഞാൻ
യഹോവയുടെ നാമം ഞാനൊന്ന് ഘോഷിക്കും. യഹോവയുടെ നാമം എന്തുവാ? മോശ അത് അനുഭവിച്ച കേട്ട വ്യക്തിയാണ്. പറയാ, ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുക, നീ ആ പാറയുടെ ഇടയിലോട്ട് നില്ല്, ഞാൻ എൻ്റെ നാമം ഘോഷിക്കും. അപ്പം നിനക്ക് തിരിച്ചറിയാം ഞാനാണ് കടന്നുപോയത്. മോശ തേജസ്സിൻ്റെ ഒരു അംശം കണ്ടു, അവൻ്റെ പുറകുഭാഗം കണ്ടു. തേജസ്സിൻ്റെ ഒരു അംശം, കർത്താവിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു അംശം മോശ കണ്ടു. അപ്പോൾ അവൻ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവയുടെ നാമം ഘോഷിച്ചപ്പോൾ, യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ആ നാമം കർത്താവ് അവിടെ ഘോഷിച്ചു. ആ നാമത്തിനകത്ത് എല്ലാം ഉണ്ട്. യഹോവ ഇരേ, അവൻ നമ്മുടെ പ്രൊവൈഡറാണ്. യഹോവ റാഫ, കർത്താവിൻ്റെ നാമം എന്തൊക്കെയാണ്? നീ സൗഖ്യദായകനായ ദൈവമാണ്. യഹോവ റോഹി, അവൻ നല്ല ഇടയനാണ്, വഴിയറിയത്തില്ലെങ്കിൽ. യഹോവ നിസി, യഹോവ എൻ്റെ കൊടിയായിട്ട് ദൈവമുണ്ട്. യഹോവ സിദക്കീനു, ദ ലോർഡ് നീതീകരിക്കുന്ന ഒരു ദൈവം. ദ ലോർഡ് ഇസ് അവർ റൈച്ചസ്നെസ്. യഹോവ ശാലോം, എല്ലാം അടങ്ങുന്ന ആ നാമം, ദൈവത്തിൻ്റെ ആ നാമം അവനെ ദൈവം അറിയിക്കുവാനിടയായി, ആഘോഷിക്കുവാനിടയായി. മോശ ആ നാമത്തെ അവൻ അറിയും, അത് അനുഭവിച്ചറിയുവാൻ ദൈവം അവനെ ഇടയാക്കി. ആ തേജസ് കർത്താവിനെ അറിയിച്ചു, യഹോവയുടെ നാമം ഘോഷിച്ചു. അത് ഞാൻ ആദ്യമായിട്ടാണ് ആ വചനം ഞാൻ ശ്രദ്ധിച്ചത്. ആ പാറയുടെ മറവിൽ നിന്നപ്പോൾ യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. ആ യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്യാൻ വേറൊരു നാമം ഇല്ല, അല്ലേ? അതായത് നമുക്ക് ഡിഫറെൻ്റ് റോളാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു വൈഫാണ്, ഒരു അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്. ഡിഫറെൻ്റ് റോൾസാണ്, അല്ലേ? പക്ഷേ പല റോൾസ് ചെയ്യുന്ന ആണ് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി. ബട്ട് ദൈവത്തിനെന്ന് പറഞ്ഞാൽ ആ നാമത്തിന് മേലായ നാമം ഒന്നുമില്ല. അവനെ കമ്പയർ ചെയ്യാൻ വേറൊന്നുമില്ല. കർത്താവിൻ്റെ നാമത്തെ മോശയെ ഘോഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു അംശം അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മാറി, അവൻ ആള് മാറി. അവൻ എന്താണ് സംഭവിച്ചത്? മോശയുടെ മുഖത്തൊക്കെ പ്രകാശിക്കാൻ തുടങ്ങി. അവനെ ആർക്കും കാണാൻ പറ്റാതെ അവൻ്റെ മുഖത്ത് നോക്കി അവർക്ക് മൂടുകൂടെ വിട്ട് സംസാരിക്കേണ്ടി വന്നു. കർത്താവിൻ്റെ തേജസ് അനുഭവിച്ചപ്പോൾ അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു. അവനിൽ ഒരു ചേഞ്ച് അവൻ പോലും അറിഞ്ഞില്ല. മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് മോശ അറിഞ്ഞത്. അവൻ്റെ ത്വക്ക് അത്രയും പ്രകാശിച്ചു, അവൻ്റെ തേജസ് കണ്ടിട്ട്. അതുപോലെ തന്നെ മോശയിൽ സംഭവിച്ച കാര്യം എന്താ? ഉൽപ്പത്തി മുതൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ്. ഈ വെളിപ്പാടുകൾ ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ഒരു സ്നേഹിതനെ പോലെ ദൈവം അവനോട് മുഖാമുഖമായി സംസാരിച്ച് കഴിഞ്ഞു. അവൻ്റെ പ്രാർത്ഥനയുടെ മോശയുടെ പ്രാർത്ഥനയുടെ വലിപ്പം, മോശയുടെ പ്രാർത്ഥനയുടെ ഡെപ്ത്, അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വചനം ഷെയർ ചെയ്യുന്നത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 34:12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടില്ല. കർത്താവിനെ അഭിമുഖമായി അറിഞ്ഞു. നമ്മളെക്കുറിച്ചും കർത്താവ് ഈ ദിവസങ്ങളിൽ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെക്കുറിച്ച് പറയട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിനെ അഭിമുഖമായി ഒരു സ്നേഹിതനെ പോലെ കർത്താവിനോട്, നമ്മളൊരു ഫോളോവേഴ്സായിട്ടല്ല, ദൈവത്തെ അഭിമുഖമായി കർത്താവ് ഒരു സ്നേഹിതനെ പോലെ നമുക്ക് സംസാരിക്കാം. ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യാം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവം നമ്മളോട് അറിയിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ 3 പ്രാർത്ഥന: കർത്താവേ, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ, എൻ്റെ തലമുറയോടെ കൂടെ പോരണമേ. മൂന്നാമതായി, കർത്താവേ, നിൻ്റെ തേജസ് നീ എന്നെ കാണിക്കണമേ. ടീച്ച് മീ യുവർ വേസ്, സറൗണ്ട് മീ വിത്ത് യുവർ പ്രസൻസ് ആൻഡ് ഷോ മീ യുവർ ഗ്ലോറി. ദൈവത്തിൻ്റെ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു സ്നേഹിതനെ പോലെ കർത്താവിനോട് സഖിത്വം ചേരാം, കർത്താവിനോട് കൂടെ സംസാരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന IRC വിമൻസ് മിനിസ്ട്രിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. God bless you all. Have a blessed month of June.